പല സസ്തനികളിലും മനുഷ്യരെപ്പോലെ നാലിന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സയന്റിസ്റ്റുകൾക്ക് മനസ്സിലായി. കാഴ്ച, കേൾവി, സ്പർശനം, ഗന്ധം. മാത്രമല്ല മനുഷ്യരെക്കാളും പവറിൽ ചില ഇന്ദ്രിയങ്ങൾ പല സസ്തനികളിലും പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ എത്രയോ മടങ്ങിരട്ടിയിൽ ഗന്ധം തിരിച്ചറിയാനാവുന്ന, രാത്രിയിൽ കാഴ്ചകളുള്ള, നമ്മൾ കേൾക്കാത്ത ആവൃത്തിയിലുള്ള ശബ്ദങ്ങൾ കേൾക്കുന്ന പല ജീവികളും മൃഗലോകത്തുണ്ട്. പക്ഷെ അഞ്ചാമത്തെ ഇന്ദ്രിയം, അതായത് നാവ്, രുചിബോധമുണ്ടോ എന്ന അന്വേഷണം ഇപ്പോഴും ശൈശവദശയിലാണ്. ഒരു സിംഹത്തിന്റെ കൂട്ടം, അവരുടെ മെനുവിൽ പല മൃഗങ്ങളുണ്ട്. എന്നാലും വേട്ടയാടാൻ കിട്ടിയ അവസരങ്ങൾ പാഴാക്കി അടുത്തതൊരു മാൻ വരുന്നുണ്ട്, അതിന് രുചി കൂടുതലാണ് എന്ന ബോധത്താൽ സിംഹക്കൂട്ടം പ്രവർത്തിക്കുമെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ പല മൃഗങ്ങളിലും രുചിബോധമില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏതൊക്കെയോ മൃഗങ്ങളിൽ ഇതുണ്ട്. അങ്ങനെ തെളിയിക്കപ്പെട്ട ഒരു ജീവിയാണ് ഹെർമിറ്റ് ഞണ്ടുകൾ അഥവാ സന്യാസി ഞണ്ടുകൾ. ഇവരുടെ ഭക്ഷണ മെനുവിൽ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്. സസ്യബുക്കും മാംസബുക്കും സർവ്വബുക്കും ഒക്കെയാണ് ഇവർ. കടലിലെ ചെമ്മീൻ, പ്ലാങ്ക്ടൺ, കുഞ്ഞു മത്സ്യങ്ങൾ, സസ്യങ്ങൾ ഇവയൊക്കെ ഇവർ ഭക്ഷിക്കും. കൂടാതെ കരയിലെ തെങ്ങിലെ തേങ്ങയും ഭക്ഷിക്കും. രുചിബോധം ഉള്ളതുകൊണ്ട് കടലിൽ ഭക്ഷണ മെനുവിലെ ലിസ്റ്റിലെ ഐറ്റംസ് ഉണ്ടായിരിക്കെ തന്നെ ഒരിളനീർ കുടിച്ചു കളയാം എന്ന് കരുതി തെങ്ങിൽ കയറി തേങ്ങ മോഷ്ടിക്കും. അതായത് രുചിബോധം പ്രവർത്തിക്കുന്നു എന്നർത്ഥം. മനുഷ്യനെ ഏറ്റവും കൂടുതൽ ക്രൂരനാക്കുന്നത് ഈ രുചിബോധമാണ്. പുതിയ രുചി തേടിപ്പോകുമ്പോഴാണ് അവൻ പലപ്പോഴും ക്രൂരനായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, മൃഗം ഒരിക്കലും മനുഷ്യനോളം താഴില്ല. കാരണം അവരിൽ പലർക്കും രുചിബോധമില്ല.